അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ എന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ വിഭവമായ മീനല്ലയുടെ റെസിപ്പി ആയിട്ടാണ്. മീനല്ലയുടെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും പഴയ ഒരു ട്രഡീഷണൽ ഒരു ഫുഡ് തന്നെയാണ് ഈ മീനല്ലയുടെ. പക്ഷേ ഈ ഒരു മസാല ഉമ്മ സ്പെഷ്യൽ മസാല വെച്ചിട്ട് നിങ്ങൾ മീനട കഴിച്ചിട്ടുണ്ടോ? കഴിക്കാത്തവർ ഒരു തവണയെങ്കിലും ഈ ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാല വെച്ചിട്ട് മീനല്ലയുടെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കണം. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും മറക്കല്ലേ നിങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മുറി തേങ്ങക്ക് 4 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് വലിയ ജീരകം, 2 ടീസ്പൂൺ എരിവുള്ള മുളക്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് അരക്കാം. കാരണം 1.5 മുറി തേങ്ങ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുപാട് നന്നായിട്ട് ഇങ്ങനെ അരയേണ്ട, ചമ്മന്തിക്ക് അരക്കുന്ന പോലെയല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടെ അരയണം കേട്ടോ. അതിനെ അരച്ചെടുത്തതിന് ശേഷം ഇത് ഫസ്റ്റ് നമ്മളിത് എന്തിനാണ് തേങ്ങ അരക്കുന്നതെന്ന് വെച്ചാൽ ഈ തേങ്ങനെ കൊണ്ടൊരു ചെറിയൊരു കളിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ വിശദമായിട്ട് ഉമ്മ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ ആക്കാൻ തീരുമാനിച്ച് ഇത് ദില്ലുവിന് പൊരിച്ചിട്ട് അപ്പോൾ 2 തരം പോമിക്കും ദില്ലുവിന് പൊരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇത്ര മതിയോ ഉമ്മ? മതി കുറച്ച് അരവിട്ടിട്ട് ഇതാക്കുന്നാല മീൻ വെളുത്ത കളറുണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എന്തിനാ തേങ്ങ ഫസ്റ്റ് അരച്ചതെന്ന്. അപ്പം ഇതിനാണ് കേട്ടോ തേങ്ങ അരച്ചത്. ഇതല്ല രസാ. ഇത് അയില നമുക്ക് കിട്ടിയാൽ ഇങ്ങനെയാ നമ്മളാക്കും. അയില നമ്മൾ മറ്റേ ചാലാക്കേ ഇല്ല, നമുക്കെല്ലാം ഇഷ്ടം ഇതാ. കുറച്ച് വെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് 2 പച്ചമുളകും ഇങ്ങനെ മുറിച്ചിട്ടാൽ ടേസ്റ്റാണ്. അയില കൊണ്ടാണ്ട് ഇങ്ങനെ മുയ്യനെ പൊരിച്ചിട്ടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് വല്ലാത്ത ടേസ്റ്റാണ്. പിന്നെ എൻ്റെ മോനിക്ക് പേരക്കുട്ടിക്ക് ചുവന്ന വേണമെന്ന് പറഞ്ഞു. പോലും ചുവന്ന ഇപ്പോട്ട് അതിനെക്കൊണ്ട് നമുക്ക് വിരോധം. ഇത് പൊരിക്കാനുള്ള അല്ലേ. അപ്പോൾ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സാക്കി എന്നിട്ട് അത് നമ്മൾ സാധാരണ നോർമൽ ഫിഷ് ഫ്രൈ അത് ആക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചു. അപ്പോൾ ഇപ്പുറത്തുനിന്ന് നല്ലോണം മീൻ ഇങ്ങനെ വേവുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഇവിടെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ മോനിക്ക് പൊരിച്ച മീനിൻ്റെ മസാലയാണ് ഇഷ്ടം. പിന്നെ നമുക്കെല്ലാം ആ ഒരു മുള്ള് കളഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 2 തരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 2 തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വെന്ത മീൻ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് 2 സവാളയും ആ ഒരു സവാളക്ക് അനുസരിച്ചിട്ട് തന്നെ ചെറിയുള്ളിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. ആ സമയത്തേക്ക് നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. അതിനൊന്ന് നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ 2 തരം മസാലയാണ്. മസാല ഒന്ന് തന്നെ, അതിൻ്റെ അകത്ത് പൊരിച്ചിട്ട് മീൻ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയും സവാളയും ഒരേപോലെ. ഞാൻ ഇതിനൊരു 2 വലിയ ഉള്ളിയും അതനുസരിച്ചിട്ട് തന്നെ സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കണ്ണൂർക്കാർക്കില്ല ഉമ്മ ഇതില്ല കേട്ടോ. ഇത് നമ്മളിവിടെയാണോ തോന്നിയതുള്ളൂ. ഈ തലശ്ശേരി ഭാഗത്താണ് ഇത്. കണ്ണൂർക്കാർക്ക് നമ്മുടെ ഇറച്ചിപ്പത്തിന്റെ മസാല ആക്കുന്ന പോലെ ഉള്ളി മസാല ആക്കിയിട്ട് മീൻ പൊരിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇത് വെന്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചായന്റെ കടിയായിട്ട് എല്ലാം ഉപയോഗിക്കാം. ഇതിന്റെ മുള്ള് ഇതിനെടുക്കണം അല്ലേ. മിക്സാക്കിട്ട് നമ്മൾ ഈ പുയ്യ വെള്ളം ഇല്ല, ഇത് മീനിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടത്. മീനിന്റെ വെള്ളം പോയി പോകുന്നില്ല, സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പോവില്ല. അപ്പോൾ മീൻ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ അരപ്പും കൂടെ മിക്സാക്കി എന്നിട്ടൊന്ന് മിക്സിയൊക്കെ കഴുകി അരപ്പെല്ലാം കൂടെ ഒരുമിച്ചിട്ടാക്കിയിട്ട് വേണം നമ്മൾ ഈ ഉള്ളി വാട്ടിയ മസാലേൻ്റെ അകത്ത് ഇത് ചേർക്കാൻ. നാളെ തന്നെ ഒന്ന് ഉണ്ടാക്കിക്കോ.
ഈ മീൻ വേവിച്ച ചട്ടിയല്ല, അപ്പം ചട്ടി ഭയങ്കര ചൂടുള്ളതുകൊണ്ട് കേട്ടോ ഉമ്മ ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നമ്മൾ ചട്ടിയൊക്കെ കഴുകിയ വെള്ളം കൂടി ഇതിൽ ചേർക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്രയാ വെള്ളം ഇരുത്തുന്നല്ലേ, വെള്ളമെല്ലാം വറ്റി കക്കം പോലെയാവും. അപ്പോൾ ഇതങ്ങ് വറ്റിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മീനിൻ്റെ മുള്ള് മാറ്റിയെടുക്കാം. അപ്പോൾ മീനിൻ്റെ മുള്ള് മാറ്റിയെടുത്തിട്ട് വേണം ഈ അരപ്പിൻ്റെ അകത്ത് അത് ചേർക്കാൻ. നമ്മുടെ ഈ അരപ്പിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പം നമ്മുടെ മുള്ളെല്ലാം ഇങ്ങനെ വേർപെടുത്തി എടുക്കുകയാണ്. ഇനി നമ്മളിതിനെ അരപ്പിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പം മീനൊക്കെ നമ്മൾ എല്ലിൽ നിന്നെടുത്ത് ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വറ്റിക്കൊണ്ടിരിക്കുന്ന മസാലേൻ്റെ അകത്ത് നമ്മൾ ഈ മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന്, ഇതൊരു മുക്കാലാണ് കേട്ടോ ഫിഷ് വെന്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഈ അരപ്പിൽ നിന്ന് നന്നായിട്ട് വെന്ത് ഈ അരപ്പിലേക്ക് നല്ലോണം ഈ മീനിൻ്റെ മസാലയൊക്കെ പിടിച്ചിതാ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ മസാലയാണ്. ഭയങ്കര ടേസ്റ്റ് ആട്ടെ ഇത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര വെള്ളമായിട്ടില്ല, ഇപ്പോൾ അരിയിലിടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വെള്ളം പോലെ ഇല്ല, ഇത് നന്നായിട്ട് വറ്റിയിട്ട് നല്ല കക്കം പോലെ ആണോ. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്തിട്ട് വറ്റിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല കുറുകി നല്ല കക്കം പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഉമ്മാൻ്റെ ഒരു സീക്രട്ട് സാധനം ഉണ്ടല്ലോ, എന്താ അത്, എല്ലാത്തിലും ഉപയോഗിക്കുന്ന നമ്മുടെ ഗീ. ആ ഗീ ഒരു 2 ടീസ്പൂൺ ഗീ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക. അപ്പം നന്നായിട്ട് വെന്ത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാം. ഉള്ളിയോ ജീരകോ തേങ്ങയോ ഒന്നും കൂട്ടിയിട്ടില്ല, നമ്മളങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് പോകുന്നുണ്ട്. കുറേ ഉള്ളി കൂട്ടി, കുറേ ജീരകം കൂട്ടി, തേങ്ങ കയ്യാതെ കൈയോട്ട് തേങ്ങ ചേർത്തി, എന്തിൻ്റെ ആവശ്യമാണ് ഇതെല്ലാം ആരും കണ്ടുപിടിച്ചിന്, നമ്മൾ ഉണ്ടാക്കി തീർത്തല്ലേ ഇതല്ലോ. അപ്പോൾ ഇതിൻ്റെ മാവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒറോട്ടിൻ്റെ അരിനെയാണ് നമ്മളിതിനെ പരത്തിയെടുക്കുന്നത്. നല്ല കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഇതേപോലെ നല്ല വലിപ്പത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഈ മസാല അരിയുടെ ഒരു സൈഡിൽ, തുമ്പിൽ വെക്കാതെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വെക്കുക. ഈ ഒരു ഭാഗത്ത് വെക്കുന്നത് നമ്മൾ എന്തായാലും ഇതിനെ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ആ നമ്മുടെ മസാല വെക്കാത്ത ഭാഗത്തും കൂടെ അതാവും. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വെക്കുന്ന മസാല കുറച്ച് നന്നായിട്ട് വെക്കുക. എന്നിട്ട് ഇതിനെന്താക്കാൻ നേരെ ഇങ്ങനെ മടക്കിയെടുക്കുക. നമ്മൾ മധുരത്തിൻ്റെ ഇടയൊക്കെ മടക്കൂലേ, അതുപോലെ മടക്കുക. ഇനിയിപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ പൊരിച്ച മീൻ വെക്കുക. അപ്പോൾ ഈ ഷെമീല എന്ന് പറയുന്നത് ഉമ്മാൻ്റെ മകൻ്റെ ഭാര്യയാണ്. അവർ കല്യാണം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണേ. അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഉള്ളിയും പച്ചമുളകൊക്കെ വാട്ടിയിട്ടുള്ള മസാലയാണ് പൊരിച്ച മീനിനെ ഇങ്ങനെ എല്ലിൽ നിന്ന് എടുത്തിട്ട്. പക്ഷെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഈ ഒരു കൂട്ടാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് അവർ ഇവിടെ നിന്നാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മ സ്പെഷ്യൽ തന്നെയാണ് ഈ മസാല. കാരണം ഇത് ആരും ഈ മീനിൻ്റെ മുള്ള് കളഞ്ഞിട്ട് ഈ ഒരു മസാല, തേങ്ങ അരച്ച മസാല എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതൊരു ഭയങ്കര ടേസ്റ്റുള്ള മസാലയാണ്. ഈ തേങ്ങയൊന്നും അരക്കാതെ ഉള്ളി മസാല ഇട്ടിട്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ എന്താക്കണം, ആവിയിൽ വേവിച്ചെടുക്കലാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സാധാരണ നമ്മൾ ഇലയുടെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിതിനെന്താക്കാൻ ആവിയിൽ വേവിക്കുക. രാവിലെ മുതൽ ഉച്ച മുതൽ നാളെ ഫുള്ളി തന്നെ 1ാം വാരം 2ാം വാരം 3ാം വാരം അല്ലേ. ഇത് നല്ല തിന്ന രസം, തണുത്താലും രസം. ചെറിയൊക്കെ ചൂടോടെ, എനിക്ക് ചൂടോടെ ഇഷ്ടം, എനിക്ക് ചൂടോടെ ഇഷ്ടം. കണക്കൊന്നും നോക്കണ്ട, എത്ര തിന്നാം നല്ലോണം ആക്കിന്. അപ്പം നമ്മുടെ ഫിഷ് ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയിലൊക്കെ ഇങ്ങനെ വെന്ത് നല്ല ഇലൻ്റെയും നല്ല ആ മീനിൻ്റെയൊക്കെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് മക്കളെ. നല്ല ടേസ്റ്റുള്ള ഒരു ഇലയുടെ തന്നെയാണ്. എന്തായാലും ഈ മീൻ വെച്ചിട്ടുള്ള ഈ ഒരു രീതിയിൽ മസാല വെച്ചിട്ടുള്ള അട നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ 1-2 ഗുണങ്ങളുണ്ട്. രാവിലെ ഉണ്ടാക്കിയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, രാത്രി ഡിന്നർ കഴിക്കുക, വൈകുന്നേരത്തെ ചായൻ്റെ കടിയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാത്തിനും ഒത്തൊരുമിച്ച ഒരു അടിപൊളി വിഭവം തന്നെയാണ് ഇത്. എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. മസാലയൊക്കെ നല്ല രുചിയാണ്. അപ്പോൾ നമ്മുടെ ഇലയുടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് സെഷൻ എന്തോ ഒരു ഭംഗിയാലേ കാണാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും കണ്ണൂക്കാരും പരിസരക്കാരും എല്ലാവരും ഉണ്ടായിക്കഴിഞ്ഞു. പരിസരക്കാരെല്ലാം മീൻ്റെ ആളാണ്. പക്ഷെ ഓരോന്നിങ്ങനെ ചൂടൂല. മീന് അതിനെ വലുത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ചെമ്മീനും കിട്ടിയില്ല, അക്കുറി കിട്ടിയില്ല. പിന്നെ കിട്ടിയപ്പോൾ പിടിക്കാതെ വിചാരിച്ചിട്ട് ചെയ്തതായത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ വരും.
അപ്പോൾ ഉമ്മ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കുക, നമ്മുടെ മീനിലയുടെ ഉണ്ടാക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്ന് ഉമ്മാക്ക് നോമ്പാട്ടാ. അപ്പോൾ ഉമ്മാൻ്റെ നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യലാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ആ തളർന്നു പോയി എപ്പോൾ ബസീരൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നോക്ക് എന്തെല്ലോ പണിയായിപ്പോയി, ചെടിൻ്റെ പണിയല്ല എല്ലാം ഞാൻ തന്നെ വരുത്തിയത്. എൻ്റെ കൈ തളർന്നു പോയി. ഇത് പിന്നെ ചിക്കൻ റോള്, ഇത് ഉന്നക്കായി, ഇത് പിന്നെ ഈത്തപ്പഴം, ഇത് സംസം വെള്ളം, ഇത് പച്ചവെള്ളം, ഇത് നമ്മുടെ ചായ. അപ്പോൾ ഉമ്മാൻ്റെ നോമ്പ് തുറക്കേണ്ട സമയമായി. അപ്പോൾ നമ്മളെ എടൻ്റെ റെസിപ്പിയൊക്കെ കണ്ടല്ലോ, എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇൻഷാ അല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.